എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇവിടെ ഗോഹാനാണെങ്കിൽ എല്ലാവരോടും സോറി പറയും. ഐം സോറി. നേരത്തേക്ക് എന്റെ ശ്രദ്ധ അതൊന്നു പാളിപ്പോയി, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ തിരികെ വരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ കൂടുതൽ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഡബോറയാണെങ്കിൽ ഗോഹാനെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അവന്റെ അൾട്ടിമേറ്റ് പവർ എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ വെജീറ്റി ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ കണ്ടില്ലേ, ചെറുപ്പത്തിലുള്ള അത്രയും പവർ പോലും ഇപ്പൊ ഗോഹാൻ ഇല്ല. അവൻ മര്യാദയ്ക്ക് ട്രെയിനിങ്ങോ പ്രാക്ടീസോ ഒന്നും തന്നെ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനിപ്പോ ഒരു വിഡ്ഢിയെ പോലെ പോരാടുന്നത്. അവന്റെ പോരാട്ടം കാണുമ്പോൾ എനിക്ക് അവനോട് പുച്ഛം തോന്നുന്നു പറയും. ഗോകു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ ഗോഹാൻ, നീ നന്നായിട്ട് ട്രെയിനിങ് എടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കരുതിയത് ഞാൻ പോയതിൽ പിന്നെ നീ ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവുമെന്നാണ്. പക്ഷെ നിന്റെ മൂവ്സ് ഒക്കെ വളരെ പോറാണ്. അവന് വളരെ എളുപ്പത്തിൽ നിന്റെ മൂവ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റെന്തെങ്കിലും ആലോചിക്ക്, ടാറ്റിക്സ് ഉപയോഗിച്ച് അവനെ കീഴ്പ്പെടുത്ത്. അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവനെ അറിഞ്ചം പുറഞ്ചം ആഞ്ഞെട്ടിക്കും. അവനാണെങ്കിൽ ഗോഹാന്റെ അറ്റാക്കിൽ നിന്ന് തെന്നി മാറി ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് ഗോഹാനെ വിളിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ എന്റെ ഓവർ കോൺഫിഡൻസ് അതിപ്പോ തീർത്തരാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. ആ സമയം സുപ്രീം കൈ ആണെങ്കിൽ വിളിച്ചു പറയും, ഗോഹാൻ നീ കെയർഫുൾ ആയിരിക്കണം. അവനവന്റെ സലൈവ ഉപയോഗിക്കും. അവനത് പറഞ്ഞു തീരേണ്ട താമസം അവനാണെങ്കിൽ അവന്റെ സലൈവ ഉപയോഗിക്കുകയാണ്. അത് ഗോഹാന്റെ ഒരു കയ്യുറയിൽ വന്ന് വീഴും. ഗോഹാനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അത് താഴേക്ക് വലിച്ചൂരി എറിയാണ്. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ഐഡിയ. ആ ഒരു കയ്യുറയാണെങ്കിൽ ഇപ്പൊ കല്ലായി മാറും. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത ഡാബ്രയാണെങ്കിൽ സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഗോഹാനെ വെട്ടാൻ പാഞ്ഞെടുക്കും. നീ തീർന്നു എന്ന് പറയും. ഇവിടെ ബാബുഡിക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഡാബ്ര എത്രയും വേഗം അവൻ ഇല്ലാതാക്ക്, നിന്റെ ഈ ഫൺ ഗെയിം അവസാനിപ്പിക്കും. ഡാബ്രയാണെങ്കിൽ അവന്റെ ആ ഒരു വലിയ സ്ക്വാഡ് എടുത്ത് ഇപ്പോ ഗോഹാനെ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ അവന്റെ കുറച്ച് മുടി മാത്രമായിരിക്കും അവനെ കൊണ്ട് വെട്ടി വീഴ്ത്താനായിട്ട് കഴിയുക. ഡാബറ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ഗോഹാനെ ഓരോ ആംഗിളിൽ നിന്ന് വെട്ടിക്കൊണ്ടേയിരിക്കും. പീറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അവന്റെ ടെൻഷൻ കൂടിക്കൂടി വരും. ഓ നോ, ഇത് ശരിക്കും ഒരു ഫൺ ഗെയിം അല്ല, ഇതൊരു ഇറിറ്റേറ്റിംഗ് ഗെയിമിംഗ് ആണെന്ന് പറയും. ഗോഹാനാണെങ്കിൽ അവൻ ഓരോ തവണ വെട്ടുമ്പോഴും ഓരോ ഭാഗത്തേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെ വിട്ടുകൊടുക്കാതെ ഇപ്പൊ ആ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടും. അടുത്ത നിമിഷം ഗോഹാനാണെങ്കിൽ ആ ഒരു സ്ക്വാഡിൽ അങ്ങനെ കൈകൊണ്ട് ഇറുക്കി പിടിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ആ സ്ക്വാഡിനെ തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഡാബറയാണെങ്കിൽ കൂടുതൽ പവർ കൊടുക്കും. ഒരു പരിധി എത്തുമ്പോൾ ആ സ്ക്വാഡ് അതങ്ങനെ പൊട്ടിപ്പോവാണ്. അജീറ്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, അതുകൊണ്ട് പറ്റില്ല, വെറുതെ ഈ കുട്ടികളി കണ്ടുകൊണ്ട് നിൽക്കാൻ. ഞാൻ ഈ ഫൈറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോവാണ്. അത് കണ്ട് ഗോകു പറയും, ഗോഹാൻ ഇതുവരെ അവന്റെ ഫൈറ്റിൽ തോറ്റിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിൽ ഇടപെടാൻ പാടില്ല. വെജീറ്റി ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, ഇല്ല, ഇനി ഞാൻ നോക്കി നിൽക്കില്ല, ഞാൻ എത്രയും വേഗം അവന്റെ കഥ കഴിക്കുമെന്ന് പറയും. ഇവിടെ ആ ഡാബ്രയാണെങ്കിൽ ഇപ്പോൾ ബാബുഡിയോട് പറയും, എന്നെ എത്രയും വേഗം ചേംബറിലേക്ക് കൊണ്ടുവരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇവരിൽ ഒരാളെ നമ്മുടെ ടീമിലേക്ക് ചേർക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് കേട്ട് ഇപ്പൊ ബാബുഡി അവൻ ഷോക്ക് ആവുകയാണ്. നീ പറയുന്നത് സത്യമാണോ? അതിന് ഡാബ്ര പറയും, അതെ, അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അവൻ എന്തുകൊണ്ടായിരിക്കും ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. ഇനി ഒരു പക്ഷേ നമ്മളെ അവിടെ പവർ കണ്ട് പേടിച്ചിട്ടായിരിക്കോ അവൻ പോയിട്ടുണ്ടാവുക. അതിന് വെജീറ്റ പറയും, ഒരിക്കലുമല്ല, നിന്റെ ഇത്രയും വൃത്തികെട്ട ഫൈറ്റ് കണ്ട് അവൻ ഒരു കാരണവശാലും ഭയപ്പെടാൻ ചാൻസ് ഇല്ല. ഇവിടെ ബാബുഡി ആണെങ്കിൽ ഡാബ്രയോട് ചോദിക്കും, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പേടിച്ചിട്ടൊന്നും അല്ലല്ലോ നീ ഈ കാരണങ്ങളൊക്കെ പറയണേ. അതിനവൻ പറയും, ഒരിക്കലുമല്ല, എനിക്ക് ആ പയ്യനെ കഴിഞ്ഞ നല്ല പവറുണ്ട്. ഞാൻ അവരുടെ ഇടയിലുള്ള ഒരാളെ കണ്ടുപിടിച്ചു. അവന് ദുഷ്ട മനസ്സാണ്. ഈസി ആയിട്ട് അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ അവനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ പവറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ശത്രുക്കളെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ വിസാഡിനെ പുറത്തു കൊണ്ടുവരാനും കഴിയും. അത് കേട്ട് ബാബുഡിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വെജീറ്റി ആണെങ്കിൽ ഗോഹാനോട് ദേഷ്യപ്പെടുകയാണ്. സത്യത്തിൽ നീ സയാൻ വംശത്തിന് ഒരു വലിയ അപമാനം തന്നെയാണ്. കാരണം നിന്നെപ്പോലുള്ള വിഡ്ഢികളും നലഞ്ഞു പോകുന്ന ഹൃദയമുള്ളവർക്കും ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. നീ ഒരു കാര്യം മറന്നുപോയി, നിന്റെ 2 സുഹൃത്തുക്കൾ അവർ അപകടത്തിലാണ്. നീ ഇതുപോലെ വെറുതെ പോരാടി അവരോട് സമയം കളഞ്ഞും അതുപോലെ തന്നെ അവരെ കൊല്ലാതെ വെറുതെ വിട്ടും നേരം കളഞ്ഞ നഷ്ടം നമുക്ക് തന്നെയാണ്. ആ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല. ശത്രുക്കളെ സ്നേഹിക്കേണ്ട ആവശ്യം, അവരെ വെറുതെ വിടേണ്ട ആവശ്യം നമുക്കില്ല. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ തല്ലിക്കൊല്ലണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് കേൾക്കുമ്പോഴായിരിക്കും ഗോഹാന് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ച് ഓർമ്മ വരിക. ജീറ്റ പറഞ്ഞത് ശരിയാണ്, എന്റെ സുഹൃത്തുക്കൾ മൊട്ടപ്പനും പിക്കലോയും അവർ രണ്ടുപേരും ഇപ്പൊ കല്ലായി മാറിയിരിക്കുകയാണ്. എത്രയും വേഗം അവരെ ബാക്ക് ടു നോർമൽ ആക്കണം. ഇവിടെ ഗോകു ആണെങ്കിൽ വെജിറ്റയോട് പറയും, പറഞ്ഞൊക്കെ ശരിയാണ്, ഇനി ഗോഹാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, നീ ആവശ്യമില്ലാതെ ചൂടാവേണ്ട കാര്യമില്ല. പോരാട്ടം ഇപ്പൊ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. ഉറപ്പായാലും ഗോഹാൻ ഈ ഒരു പോരാട്ടത്തിൽ ജയിക്കും, നീ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് കേട്ട് വജീച്ചാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോകു എന്നോടിപ്പോ സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, ഇത് ഞാൻ തന്നെ ഇവിടെ വെച്ച് തീർക്കുകയാണ്. ഈ പേടകവും ഡാബ്രയും ബാബുഡിയെയും എല്ലാത്തിനും ഞാൻ തകർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വജീച്ചാണെങ്കിൽ വലിയൊരു പവർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് സുപ്രീം കായി ആണെങ്കിൽ ഇപ്പോ
വജീറ്റയോട് പറയും ദയവ് ചെയ്ത് നീ ഇത് ചെയ്യരുത്. ആ ഒരു മാജിക് പൂ ഇതിലൂടെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അപകടമാണ്. സുന്ദരമായിട്ടുള്ള ഒരു ഭൂമി പോലും അത് നശിപ്പിച്ചു കളയും. നീ അങ്ങനെ ചെയ്യരുത്. പിന്നീട് ഒരു ചെടി പോലും ഇവിടെ മുളക്കില്ല. അതിന് വജീറ്റയാണെങ്കിൽ അടിച്ചു പറയും എനിക്കതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇത് എന്റെ ഗ്രഹമല്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊന്നുമില്ല. അത് കേട്ട് സുപ്രീം കായ് ഞെട്ടും. ഉടനെ ഗോക്കു ആണെങ്കിൽ വജീറ്റയെ തടയും. ഒരു കാരണവശാലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സുപ്രീം കായ് പറയുന്നത് നീ കേൾക്കണം. അതിന് വജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഗോക്കു നീ എന്നെ തടയാൻ പാടില്ല. ഗോക്കു ആണെങ്കിൽ സുപ്രീം കായെ നോക്കും. ഇതുകൊണ്ടൊക്കെ ആ ഒരു ഡാബറയും ബാബിഡിയും അവർ രണ്ടുപേരും എന്താ ഉദ്ദേശിക്കണേ? ഇത് ആക്ച്വലി അവരുടെ എന്തെങ്കിലും പ്ലാൻ ആണോ? അതിന് സുപ്രീം കായ് പറയും തീർച്ചയായിട്ടും നമ്മളെ മാക്സിമം ചെയ്യിപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് എന്തോ ഒന്ന് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഗോക്കു ആണെങ്കിൽ ആലോചിക്കും ഏതോ വലിയൊരു പോരാളി ഇവിടേക്ക് വരുന്നോന്നല്ലേ അവസാനമായിട്ട് ഡാബറ പറഞ്ഞത്? അതാരായിരിക്കും? സുപ്രീം കായ് ആണെങ്കിൽ അല്പനേരം ആലോചിക്കും. അതിനുശേഷം ഷോക്കായിട്ട് ഇപ്പൊ വജീറ്റയെ നോക്കുകയാണ്. ഓ നോ, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. കട്ട് ചെയ്താ ഇവിടെ ബാബിഡി. അവനാണെങ്കിൽ വജീറ്റയെ നോക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഡാബ്ര ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അവൻ ഇവിടേക്ക് വന്നത് ശരിക്കും ഫൈറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല. അവന്റെ ഹൃദയം വളരെ കഠിനമാണ്. ആരോടും വലിയ ദയൊന്നും അവനില്ല. അവൻ്റെതായ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. സോ ഇവനാണ് നമുക്ക് പറ്റിയ വെസൽ. നമുക്ക് എത്രയും വേഗം ഇവനെ കൺട്രോളിലെടുത്ത് അവരെ തന്നെ അറ്റാക്ക് ചെയ്യിപ്പിക്കാം. അതിന് ഡാബർ പറയും അതെ, അത് ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. ഇവൻ അവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ ഇവന്റെ പവറും നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയും. അതിലൂടെ മാജിക് ബൂനെയും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ബാബിഡിക്കാണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതൊരു അടിപൊളി ഐഡിയ ആണെന്ന് പറഞ്ഞ് ബാബിഡി ആണെങ്കിൽ ഇപ്പോ അവന്റെ നെഗറ്റീവ് പവർ അത് വജീറ്റയ്ക്ക് കൊടുക്കുകയാണ്. അതങ്ങനെ വജീറ്റയിൽ നിറയും. വജീറ്റ ആണെങ്കിൽ ആ പവർ അത് അബ്സോർബ് ചെയ്യപ്പെട്ട് അവൻ ആകെ ഒരു മോശം കണ്ടീഷനിലേക്ക് പോവാണ്. അവൻ സൂപ്പർ സയനായി മാറി അവനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. ഗോഹാൻ ആണെങ്കിൽ വജീറ്റയുടെ അടുത്തേക്ക് ഓടി വരും. വജീറ്റ എന്തു പറ്റി? സുപ്രീം കായ് പറയും ആ ഒരു ബാബിഡി ഇവനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം വജീറ്റ നീ നിന്റെ ഉള്ളിലെ ദുഷിപ്പും ദുഷ്ടതയൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല ആളായി മാറാൻ ശ്രമിക്ക്. എങ്കിൽ മാത്രമേ അവന്റെ കൺട്രോളിൽ നിന്ന് നിനക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയൂ. അതല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. ഇവിടെ വജീറ്റയ്ക്കാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ മൊത്തത്തിൽ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി ആ ബാബിഡിയുടെ അണ്ടറിലായി മാറുകയാണ്. അവനാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര ഷോക്ക്. അപ്പോ ഡാബുര പറഞ്ഞ ആ ഒരു പവർഫുൾ പോരാളി അത് വജീറ്റയാണോ? കായ് പറയും അതെ, അവര് ഇവനെ അവരുടെ വലയിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഓടി വന്ന് ഇപ്പൊ വജീറ്റയോട് പറയും നിന്റെ ഉള്ളിലെ തിന്മയെ അതിനെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാവും. വജീറ്റ ദേഷ്യപ്പെട്ട് പറയും സംസാരിക്കണ്ട, ഞാൻ ആരും പറയുന്നതും കേൾക്കാൻ തയ്യാറല്ല. അടുത്ത നിമിഷം ഇവിടെ ബാബിഡി നീ ഏകദേശം എന്റെ കൺട്രോളിലായി കഴിഞ്ഞു. നിന്നെ ഞാൻ കൂടുതൽ പവർഫുൾ ആക്കാന്ന് പറഞ്ഞ് പവർ കൊടുക്കും. ഇവിടെ വജീറ്റ ആണെങ്കിൽ പവർ കിട്ടി. ഇപ്പോ ബാബിഡിയുടെ ആ ഒരു പിടിയിൽ പെട്ടുപോകും. ഗോഹാൻ ആണെങ്കിൽ വജീറ്റയെ വിളിക്കും. പക്ഷെ വജീറ്റ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. വജീറ്റ അവന്റെ എക്സ്ട്രീം പവറിൽ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം തന്നെ കിടുങ്ങി വിറയ്ക്കും. അവിടെ പവറുകൾ അബ്സോർബ് ചെയ്ത് വജീറ്റ താഴേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ വജീറ്റയെ വിളിക്കാൻ അവന്റെ അടുത്തേക്ക് വരും. സുപ്രീം കായ് ആണെങ്കിൽ അവനെ തടയും. വജീറ്റ ഇപ്പോ നമ്മളുടെ കൂടെയല്ല. ആ വില്ലൻ അവനെ കീഴ്പ്പെടുത്തി. അടുത്ത നിമിഷം വജീറ്റ അങ്ങനെ ടെററായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കുകയാണ്. അവനൊരു സെൽഫിഷാണ്. അവനിപ്പോ പൂർണ്ണമായും ആ ബാബിഡിയുടെ കയ്യിൽ പെട്ടുപോയെന്ന് പറയും. ഗോക്കുവും ഗോഹാനും മാറി മാറി വിളിക്കും. ഇവിടെ ബാബിഡിക്ക് എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് കൂടുതൽ പവർ വജീറ്റയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കുറെ കൂടി എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി നിങ്ങളൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ബാബിഡി ആണെങ്കിൽ അവരങ്ങനെ അവിടുന്ന് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ സെയ്റ്റാൻ ആണെങ്കിൽ വിജയശ്രീ ലാളിതനായി ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ടീമായിട്ട് അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്യും. ഉടനെ എല്ലാവരും അവരെ കണ്ട് ഷോക്ക് ആവുകയാണ്. ഇവിടെ മാസ്റ്റർ റോഷിക്കാണെങ്കിൽ എന്തോ ഒന്ന് കാര്യമായിട്ട് നടക്കാൻ പോകുന്നെന്ന് മനസ്സിലാവും. ചേച്ചിയാണെങ്കിൽ ആശ്വാസത്തോടു കൂടെ പറയും ഒരു 5 മിനിറ്റ് വൈകിയായിരുന്നെങ്കിൽ ഈ മത്സരം അവസാനിച്ചേനെ. എന്തായാലും കുഴപ്പമില്ല, അവര് വന്നല്ലോ. തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്ത് എന്റെ മകൻ അവൻ ഈ ഒരു പ്രൈസ് സ്വന്തമാക്കും. കട്ട് ചെയ്ത ഇവിടെ റെഫറി ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ ഒരുപാട് ലേറ്റ് ആയി പോയി. മത്സരത്തിൽ സെയ്റ്റാൻ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മത്സരത്തിൽ നമുക്ക് നോക്കാന്ന് പറയും. ഉടനെ വെജീറ്റ ആണെങ്കിൽ അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഗോഹാൻ അവനെ ക്യാച്ച് ചെയ്യും. സെയ്റ്റാൻ ആണെങ്കിൽ ആ പവറിൽ തെറിച്ചുപോയി ചുമരിലിടിക്കും. ഇവിടെ ബാബിഡി ആണെങ്കിൽ വെജീറ്റയോട് പറയും നീ ഇപ്പോ എന്റെ നല്ലൊരു അടിമയാണ്. സോ എത്രയും വേഗം അവരെ തോൽപ്പിച്ച് അവരുടെ പവറുകൾ അബ്സോർബ് ചെയ്തെടുക്ക്. അതിന് വജീറ്റ പറയും മിണ്ടി പോരുത്, എന്റെ ലക്ഷ്യം ആ കാക്കറോട്ടാണ്. നോക്കുവാണെങ്കിൽ അത് കേട്ട് വീണ്ടും വജീറ്റയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം ബാബിഡി പറയും ഓ അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല അല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിനക്ക് ശിക്ഷ ഞാൻ തരുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് വജീറ്റയെ അവന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.